ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കൾ. പടച്ചോനെ, ഇന്ന് ആർക്കാ ഉമ്മാനെ ഉപ്പാനെ സ്നേഹമുള്ള? ഇന്ന് ഉമ്മായി ഉപ്പായ സ്നേഹമുള്ള എത്ര മക്കളുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന. ഇന്ന് രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുന്ന ഉമ്മാനോട് പറയും, കിളവി വല്ലതും തിന്നിട്ട് മിണ്ടാതെ ഇവിടെ കിടന്നോണം. ഉമ്മാനോടാ പറയണേ. ഉപ്പാനെ തല്ലുന്ന മക്കൾ, ഉമ്മാനെ തല്ലുന്ന മക്കൾ. ഉമ്മയാരെന്നറിയോ? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാ മോനെ സ്വർഗം. പോയി നോക്ക്, എൻ്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. വാപ്പയുടെ സ്ഥാനം എന്തെന്നറിയോ? വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പയും ഉമ്മയും അവരെ വേദനിപ്പിച്ചാൽ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ, ഖസ്റത് ദുനിയ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതൊരു കാരണവശാലും എന്തൊക്കെ വിഷയം സംഭവിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയും, കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്കൊരാഗ്രഹ, ഭർത്താവിൻ്റെ ഉമ്മാന് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് മകനെയും ഉമ്മാനെയും രണ്ട് തട്ടിലാക്കും. എന്തിനാ? അവളുടെ ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാ, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ നീ എപ്പോഴും ഉമ്മയായിട്ട് നിനക്ക് സ്വർഗം വേണമെങ്കിൽ നീ നിന്റെ ഭർത്താവിൻ്റെ ഉമ്മാനെ ഉമ്മയായിട്ട് കാണണം. കാരണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിന്റെ ഭർത്താവിൻ്റെ ഉമ്മായുമായിട്ട് നിന്റെ ഭർത്താവിനെ നീ അകറ്റിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിലടിപ്പിച്ചിട്ട് ഒറ്റയ്ക്ക് പോയി സുഖിക്കാമെന്ന് നീ വിചാരിച്ച യോഗമില്ല പെങ്ങളെ. സ്വന്തം ഉമ്മായും വാപ്പായും വേദനിപ്പിക്കുന്നവന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.